ഞങ്ങളപ്പോൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി ആസ്വദിക്കാൻ പോവാണ്. വാ വാ വാ, നമുക്ക് എല്ലാവർക്കും കഴിക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കും. നമ്മൾ റെസിപ്പിയിലേക്ക് പോവാണ്. അതിനായിട്ട് ആദ്യം ബിരിയാണി മസാല ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് കുറച്ച് ജീരകം, കാർഡമം, കറുവാപ്പട്ട, സ്റ്റാർ അനീസ്, ക്ലോവ്സ്, ബേ ലീവ്സ്, ഇത്രയാണ് ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ചതച്ചെടുക്കണം. 1.5 കിലോ ചിക്കൻ വലിയ പീസാക്കി വെച്ചിരിക്കുന്നതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 3 പച്ചമുളക് ചതച്ചതും ചതച്ച ബിരിയാണി മസാല 2 ടീസ്പൂണും ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, റോസ് പെറ്റൽസ്, ഡ്രൈ റോസ് പെറ്റൽസ് ആണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പകുതി നാരങ്ങ സ്ക്യൂസ് ചെയ്ത് കൊടുക്കാം. ഫുൾ ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ്, ഒരു കഷ്ണം വാളംപുളി, പുതിനയില വളരെ കുറച്ച്, ഒരു പിടി മല്ലിയില, 1 കപ്പ് പുളിയില്ലാത്ത തൈര്. ഇനി വാളംപുളി ഒന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മസാല നന്നായിട്ട് ചിക്കനിലേക്ക് തിരുമ്മി പിടിപ്പിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഓവർനൈറ്റ് ഇത് ഫ്രീസറിലേക്ക് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ചിക്കൻ ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതി തന്നെ നിങ്ങളും പിന്തുടരുക. ഇനി നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്റ്റാർ അനീസ്, കാർഡമം, ക്ലോവ്സ്, അതേപോലെ കുറച്ച് ബേ ലീവ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം തിളക്കുമ്പോൾ നമ്മൾ 3 പ്രാവശ്യം കഴുകി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലോങ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക വേണം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വേറെ ബിരിയാണി റെസിപ്പികൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കോഴിക്കകത്തൊരു കോഴി ബിരിയാണി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഫുൾ ചിക്കൻ്റെ അകത്ത് റൈസ് സ്റ്റഫ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ബിരിയാണി ചെയ്തെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു കേരള സ്റ്റൈലിലുള്ള ബിരിയാണി അല്ല, പക്ഷെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ 60% വെന്താൽ മതി. അത് നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഈ ഒരു ബിരിയാണി ചെമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 6 സവോള ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു 3/4 ഭാഗത്തോളം നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേവിക്കാത്ത ചിക്കനാണ്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ 60% വേവിച്ചെടുത്ത ബിരിയാണി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ കോഴിക്കകത്തൊരു കോഴി ബിരിയാണിയുടെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ ചിക്കൻ ബിരിയാണി അല്ലാതെ ഞാൻ ബീഫ് ബിരിയാണി കൂടി ഇട്ടിട്ടുണ്ട്. അതൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി തന്നെയാണ്. അത് വളരെ എളുപ്പമുള്ള ഒരു ബിരിയാണി റെസിപ്പിയാണത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ബ്രൗൺ ഓണിയനും കുറച്ച് ബിരിയാണി മസാലയും പുതിന ഇല, മല്ലിയില, ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത് നമ്മൾ അതുപോലെ റൈസ് ലെയർ ചെയ്ത് കൊടുക്കുക. 1 കിലോ റൈസിൻ്റെ ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ഇട്ട അതേപോലെ തന്നെ രണ്ടാമത്തെ ലെയറും സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തീർച്ചയായും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക കേട്ടോ. ഇനി നമ്മളിത് ലെയർ ചെയ്ത് കഴിയാൻ നേരത്താണ് നമ്മൾ ചിക്കൻ വേവിക്കാൻ പോകുന്നത്. നമ്മൾ ചിക്കൻ ഒട്ടും വേവിച്ചിട്ടില്ല. ഇനി നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു റെസിപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കറിയിലേക്ക് ഒട്ടും തന്നെ എണ്ണ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ഈ ഒരു സമയത്ത് മാത്രമാണ് നെയ്യ് ഉപയോഗിക്കുന്നത്. ഇനി ഫോയിൽ പേപ്പറും ഉണ്ട്, നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഫോയിൽ പേപ്പർ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മൈദ കൊണ്ട് നമ്മൾ ബിരിയാണി ചെമ്പ് സീൽ ചെയ്യുന്ന പോലെ സീൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ തീ കുറച്ചിട്ട് ഒരു
40 മിനിറ്റാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ 40 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇറച്ചിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്ന്. പക്ഷെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ബിരിയാണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മളിതാ വേവിച്ച പിന്നെ ചിക്കൻ കണ്ടല്ലോ അല്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ എല്ലിൽ നിന്ന് ആ ഒരു ചിക്കൻ നന്നായിട്ട് വിട്ട് വരുന്ന പരുവത്തിലാണ് നമുക്ക് വെന്ത് വിട്ടിരിക്കുന്നത്. 40 മിനിറ്റ് തന്നെ നിങ്ങൾ സിമ്മിലിട്ട് വേണം കുക്ക് ചെയ്യാൻ, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടിക്ക് പിടിക്കാത്ത പാത്രം ഉപയോഗിക്കാനാണ് കേട്ടോ. ബിരിയാണി ചെമ്പാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അടിപൊളി റെസിപ്പിയാണ്, തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്കിത് ഗാർണിഷ് ചെയ്ത് നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.